ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കുക്കിംഗ് ആവാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കല്ലുമ്മക്കായി അച്ഛൻ കൊണ്ടുവന്നിരുന്നു. കല്ലുമ്മക്കായും അയിലക്കറിയും. കല്ലുമ്മക്കായി എന്താ ചെയ്യേണ്ടതെന്ന് സ്വാതി പറഞ്ഞത് കല്ലുമ്മക്കായി ആട്ടാ ഫ്രൈ ആക്കാമെന്നാണ്. അങ്ങനെ നമ്മൾ കല്ലുമ്മക്കായി ഫ്രൈ ആക്കാൻ പ്ലാൻ ചെയ്തു. നല്ല അയില എന്ത് ചെയ്യാം, നല്ല വെളുത്തിൽ കറിയും വെക്കാൻ, നല്ല വറ്റിച്ച് മുളകിട്ട് കറി വെക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മളെ ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വായ് തുറപ്പിച്ചു, ചൂടത്തിലിട്ട് പുഴുങ്ങിയിട്ട് വായ് തുറപ്പിക്കണം. ഇനിയാണ് മക്കളെ പണി വരാൻ പോകുന്ന എട്ടിൻ്റെ പണി വരാൻ പോകുന്നത് ഇതിൻ്റെ ഫുള്ള് അങ്ങോട്ട് എറിച്ചെടുക്കലാണ് പണി. അങ്ങനെ നമുക്ക് അടുത്ത് എറിച്ചെടുക്കാൻ ഞാനും എൻ്റെ കമ്മണിയും കൂടിയിട്ട് ഇരുന്ന് പെറിക്കിനട്ടോ, ഇരുന്ന് ഒഴിഞ്ഞിട്ടിന്. അങ്ങനെ നമ്മൾ ഒഴിഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും കമ്മണിയാണ് ഒഴിഞ്ഞിട്ടുണ്ടെന്നത് കണ്ടേ. ഓരോന്ന് ആറ്റിങ് വലിഞ്ഞിടണം. കമ്മണി നല്ല ആത്മാർത്ഥത്തോടെ പണിയെടുക്കുന്നത്. അത് കമ്മണി സ്വഭാവം അങ്ങനെ തന്നെയാണ്. എപ്പോഴാണെങ്കിലും ശരി, ഞാൻ എന്തെടുക്കുമ്പോഴും എൻ്റെ അപ്പുറം അടുത്ത് നിന്നിട്ട് കമ്മണി എന്നെ സഹായിക്കാൻ വേണ്ടി നിൽക്കും. അത് കമ്മണിൻ്റെ ഒരു ഇതാണ്, ഹോബിയാണ്. ഞാനും സപ്പോർട്ട് നിൽക്കും. അങ്ങനെ സാധ്യം എന്ത് ചെയ്ത് ഈ മുളകിൻ്റെ അരവ് കാര്യങ്ങൾ മൊത്തം അങ്ങോട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒഴിഞ്ഞിടുമ്പോൾ തന്നെ ഫുള്ള് അങ്ങോട്ടേക്ക് റെഡിയാക്കി വെച്ച് അരവ് ഫുള്ള് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിച്ചപ്പും മുളക് പൊടിയും ഉപ്പും എല്ലാം പാകത്തിനിട്ട് നല്ല വരട്ടിയെടുത്തു. അതിനകത്ത് നമ്മൾ ആ ഒലിഞ്ഞിട്ട് കല്ലുമ്മക്കായ അതിൻ്റെ മുകളിലിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചു. സ്മെല്ലടി നൈസായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് കുറച്ച് കുറവുണ്ട്. അപ്പം കുറച്ച് കുരുമുളക് പൊടി നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചേർക്കാം. ആ കുരുമുളക് പൊടിയും കുറച്ച് കൂലിട്ടപ്പോഴാണ് എൻ്റെ കുരുമുളകിൻ്റെ സ്മെല്ല് അങ്ങോട്ടേക്ക് അടിക്കാൻ തുടങ്ങിയത്. വാവ്, അടിപൊളി. ഇനിയിത് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മളിതാ ഏകദേശം ആയി വന്നിരിക്കുകയാണ്. നല്ല വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് വറവും കുറച്ച് ഇളമ്പക്ക ഫ്രൈയും കുറച്ച് മീൻ അയലക്കറിയും. ഇളമ്പക്ക കുറച്ച് ടേസ്റ്റ് നോക്കാം. വാവ്, ആദ്യം ആക്കി അത്ര പോരെങ്കിലും എന്നാലും എന്ത് ചെയ്യാം, സൂപ്പറായിട്ടുണ്ട്. എന്നാലും ഇതിനു മുമ്പ് വെച്ചതാണ് അടിപൊളിയെന്ന് പറയാം. അതായത് തേങ്ങയിലിട്ട് വരട്ടി വെക്കുന്നത്. അടുത്ത പ്രാവശ്യം അത് വെക്കുന്നത് കാണിച്ചില്ല കേട്ടോ. ബൈ, സീ യു.